നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ നയനയുടെ വീട്ടിലാട്ടോ. അങ്ങനെ ആ ടൈമിൽ നയനയാണെങ്കിൽ ആദർശിനെ വിളിച്ചിട്ട് ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ നന്ദുവിൻ്റെ കല്യാണം മുടങ്ങി. അതണക്ക് നമ്മൾ അഭിയൊക്കെ അറസ്റ്റ് ചെയ്തില്ലേ. അറസ്റ്റ് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഇപ്പം നവ്യയാണെങ്കിലും ഇപ്പോൾ നയനയ്ക്കും നന്ദുവിൻ്റെയൊക്കെ ശത്രുതയാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സങ്കടമാണെങ്കിൽ നമ്മൾ നയനയാണെങ്കിൽ ആദർശിനെ വിളിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ ദേവ്യാനിയും ജാനകിയൊക്കെ ആട്ടോ. അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട്, എന്തായാലും ആ അനാമിക കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് നന്ദുവിനെ തന്നെ ആയിരുന്നു ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരേണ്ടിയിരുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ജാനകിക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്തായാലും അവിടുത്തെ രണ്ട് മക്കളെ തന്നെയല്ലേ ഇവിടുത്തെ മരുമക്കളായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ മൂന്നാമതൊരാളെയും കൂടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല, എനിക്കിഷ്ടമില്ല എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ആദർശിനെയും നയനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹവും നീയായിട്ട് ഒന്നിക്കണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്ക് നയനയും പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ അത് തന്നെ ആഗ്രഹം. ഇനിയിപ്പം ഈശ്വരൻ അവരെ ഒന്നിപ്പിക്കുന്നെങ്കിൽ ഒന്നിക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ നവ്യയാണ്. നവ്യ ഇനിയിപ്പം അനന്തപുരിയിൽ ഇനി അടുത്ത് എന്താ പ്രശ്നം ഉണ്ടാക്കാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ എങ്ങനെയും അഭിയെ പുറത്തിറക്കണ്ടേ. പിന്നെ അനന്തപുരിയിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാലല്ലേ അത് നടക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ആലോചനയിലാണെന്ന് തോന്നുന്നു നമ്മളെ നവ്യ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.